ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് മഴയൊന്നുമില്ല കേട്ടോ, നല്ല ക്ലൈമറ്റാണ് പുറത്ത്. ഇത്ര ദിവസം നല്ല മഴയും ഒക്കെ ആയിരുന്നു, അപ്പോൾ അതൊക്കെ മാറി നല്ല ക്ലൈമറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഡിന്നറിന് ഒരു ബിരിയാണി ഉണ്ടാക്കാം, എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് അല്പം വെള്ളം ചേർത്ത് ഒരു 20 മിനിറ്റ് കുതിർത്ത് വയ്ക്കാം. ആകെ 3 പേരുള്ളത് കൊണ്ട് ഒരു ഗ്ലാസ് അരി തന്നെ മതിയാവും. അപ്പോൾ നമുക്കത് കുതിർത്ത് വയ്ക്കാം. ഞാൻ ഫോർച്യൂണിൻ്റെ അരിയാണ് കേട്ടോ യൂസ് ചെയ്യുക. ബസ്മതി റൈസ് കുഴപ്പമില്ലാത്ത നല്ല അരിയാണ്. അതുപോലെ ഒരു 3 മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ബോയിൽ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി മറ്റ് ചേരുവകൾ, വലിയ ഉള്ളി ഒരു 3 വലിയ ഉള്ളി കനം കുറഞ്ഞ് അരിഞ്ഞത്, അതുപോലെ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്, അതുപോലെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, ചെറിയ ജീരകം, പെരുംജീരകം എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഒരു പാൻ ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും ക്രഷ് ചെയ്തതും ഒന്ന് ഇട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ, സ്പൈസസിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും ഒക്കെ നല്ലൊരു മണം തന്നെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില കൂടി ചേർത്തൊന്ന് ഇളക്കി ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കണം. ഈ എഗ് ബിരിയാണി ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് ഗരം മസാലകളോ അല്ലെങ്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ എളുപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ചിക്കനൊന്നും ഇല്ലെങ്കിലും എഗ്ഗ് വെച്ച് നല്ലൊരു ബിരിയാണിയൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി യോജിപ്പിച്ച് എടുക്കാം. ഇവിടെ ഈ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, ഹസ്ബൻഡിനും മോൾക്കും എനിക്കും ഒക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കൊക്കെ പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസമൊക്കെ ഞാൻ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ആയിക്കിട്ടും. അതുപോലെ നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാല എന്ന് പറയുന്നത് കാശ്മീരി മുളക് പൊടിയും ഒരല്പം മുളക് പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി ഇതുകൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി യോജിപ്പിച്ച് എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരല്പം മാത്രം വെള്ളം, ഇതൊന്ന് ചെറുതായി ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ. പിന്നെ നമ്മൾ മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബസ്മതി റൈസും ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല വിട്ടിട്ട് തന്നെ അരി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. അതുപോലെ കുറച്ച് കാഷ്യും മുന്തിരിയും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് എണ്ണയിൽ, അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തോട്ട് നന്നായി ഒന്ന് ഇളക്കാം. അതിന് ശേഷം എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും എഗ്ഗും ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ ഇതിൽ. അപ്പോൾ അതുവരെ ഒന്ന് കുറച്ച് മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയെടുക്കാം. അതിന് ശേഷം നമുക്ക് റൈസ് കൂടി ചേർത്ത് കൊടുക്കാം. റൈസ് ഇനി മസാലയൊക്കെ ആയിട്ടൊന്ന് നല്ലതുപോലെ യോജിപ്പിച്ച് അങ്ങനെ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒരു ചെറിയ തീയിൽ വെച്ചാൽ മതിയാവും. അങ്ങനെ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി സാലഡിനായിട്ട് വലിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട് അരിഞ്ഞത്, അതുപോലെ പൊമഗ്രാനറ്റ് എടുത്തിട്ടുണ്ട്. കുക്കുമ്പറാണ് സാധാരണ ചേർക്കുന്നത്, ഇന്ന് എനിക്ക് പൊമഗ്രാനറ്റാണ് കിട്ടിയത്. അതുപോലെ കറിവേപ്പില, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂണ് തൈര് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ എളുപ്പത്തിലുള്ള സാലഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണിയിൽ സാലഡൊക്കെ സെർവ് ചെയ്ത് നമ്മൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ സിമ്പിളായിട്ടുള്ള നല്ല സ്വാദോടു കൂടിയുള്ള ഈ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം.